നിയമവിരുദ്ധമെന്ന് കണ്ട് തീർപ്പ് കൽപ്പിക്കാത്ത 10 ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ച തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയുടെ തീരുമാനം ചൊവ്വാഴ്ച സുപ്രീം കോടതി റദ്ദാക്കി. ഗവർണറുടെ അധികാരങ്ങളുടെ രൂപരേഖകളിൽ ഈ തീരുമാനം വലിയ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയമായി സംഘർഷഭരിതമാകുമ്പോൾ. കേരളം, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവയുൾപ്പെടെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും ഈ വിധി ബാധിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പൊതുവെ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ 200 ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിനെക്കുറിച്ചാണ് പ്രത്യേകം പ്രതിപാദിക്കുന്നത്. ഈ വിഷയത്തിൽ ഗവർണർ വഹിക്കുന്ന അധികാരത്തിന്റെ രൂപരേഖകൾ നിർണ്ണയിക്കാൻ 2 വ്യവസ്ഥകളും ഒരുമിച്ചു ചേരും. ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബിൽ ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഗവർണർക്ക് 4 ഓപ്ഷനുകളുണ്ട്. 1. ബില്ലിന് അനുമതി നൽകുക. 2 ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് തടയുക. 3 ബില്ലുകൾക്ക് പുനഃപരിശോധനയ്ക്കായി അയയ്ക്കുക. 4 ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുക. എന്നിരുന്നാലും ആർട്ടിക്കിളിൽ ഒരു പ്രധാന വ്യവസ്ഥയുണ്ട്. ഗവർണർക്ക് എത്രയും വേഗം പണബില്ലുകൾ ഒഴികെ ബില്ലുകൾ ഭാഗികമായോ മുഴുവനായോ സഭ പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സന്ദേശത്തോടെ തിരിച്ചയക്കാമെന്ന് അതിൽ പറയുന്നു. എന്നിരുന്നാലും നിയമസഭ ബിൽ പുനഃപരിശോധിച്ച് വീണ്ടും ഗവർണർക്ക് അയച്ചു കഴിഞ്ഞാൽ ഗവർണർ അതിൻ്റെ തടയാൻ അനുമതിയില്ല. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം പ്രധാനമായും വ്യവസ്ഥയുടെ വാക്കുകളിലാണ്. ഗവർണർ ബിൽ എത്രയും വേഗം തിരിച്ചയക്കണമെന്ന് വ്യവസ്ഥയിൽ പറയുന്നു. പക്ഷേ ഒരു പ്രത്യേക സമയപരിധി നിർദ്ദേശിക്കുന്നില്ല. ബില്ലുകൾ സംസ്ഥാന നിയമസഭയിലേക്ക് തിരിച്ചയക്കാതെ അനിശ്ചിതമായിരിക്കാൻ രാജ്ഭവനുകൾ ഈ അവ്യക്തത ഉപയോഗിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.